ഈ നോവലിൽ സയൻസിനൊപ്പം പാരലായിട്ട് പോകുന്നൊരു അടിപൊളി ലവ് സ്റ്റോറി ഉണ്ട്. ശരിക്കും സയൻറ്റിഫിക് ആയിട്ട് അത്ര നോളജ് ഇല്ലാത്തവർക്ക് പോലും ഈ നോവൽ വായിച്ചു പോകാൻ, നമുക്കിത് പെട്ടെന്ന് വായിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള ശരിക്കും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ലവ് സ്റ്റോറി. അപ്പം അതെങ്ങനെയാണ് സാറ് ഡെവലപ്പ് ചെയ്തത്? പ്രത്യേകിച്ച് അതിനകത്തെ ക്യാരക്ടേഴ്സ്, അവർ തമ്മിലുള്ള ഒരു ടീം ഉണ്ട്, ഒരു ടീം ബെൽറ്റ് ഉണ്ട്. സമീർ, ശ്വേത, ഓംകാർ, അങ്ങനെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു ടീം അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു പാരലായിട്ട് നീങ്ങുന്ന വളരെ ഓർഗാനിക്കായിട്ട് പോകുന്നൊരു ലവ് സ്റ്റോറി എങ്ങനെയാണ് സാറ് ഡെവലപ്പ് ചെയ്ത്? ഇനിയിപ്പോൾ സാറിന് പരിചയമുള്ള ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ അതിലുണ്ടായിരുന്നു? ബേസിക്കലി ഞാൻ വായിക്കാനും എഴുതാനും ഇഷ്ടപ്പെടുന്നത് ലവ് സ്റ്റോറീസാണ്. ഏറെക്കുറെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതൊക്കെ തന്നെയായിരിക്കുമല്ലോ. എൻ്റെ ഇതിനു മുമ്പ് എഴുതിയ 2 ഇംഗ്ലീഷ് നോവൽസും മെയിൻ ഇതിവൃത്തം ലവ് സ്റ്റോറി തന്നെയായിരുന്നു. കാരണം നമ്മൾ വളർന്നു വരുമ്പോൾ, ജീവിച്ചു വരുമ്പോൾ, ജോലി ചെയ്ത് വരുമ്പോൾ പല പ്രണയങ്ങളും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നമ്മളത് മനസ്സിൽ പല ചിത്രങ്ങൾ കോറിയിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ടൊക്കെ ആയിരിക്കണം എഴുത്ത് വരുമ്പോഴും പ്രണയങ്ങൾ ഇത്ര മനോഹരമായി എഴുതാൻ കഴിയുന്നത്. ഇതിൽ വരുന്ന കമാൻഡർ ഉദയ് വർമ്മ, ചിന്മയി, ശ്വേത, സമീർ, മുഹമ്മദ്, പിന്നെ ഓംകാർ ഇവരെയൊക്കെ ഞാൻ എവിടെയൊക്കെ വെച്ച്, എൻ്റെ നാവികസേനയിൽ എൻ്റെ സർവീസിനുള്ളിൽ എവിടെയൊക്കെ വെച്ച് ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കമാൻഡർ ഉദയ് വർമ്മ എന്നുള്ളത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ശരിക്കും കമാൻഡർ ഉദയ് താപ്പർ എന്നാണ് ശരിക്കും. പുള്ളി ഒരു സീ ഹാരിയർ പൈലറ്റാണ്. അപ്പോൾ ഞാനും പുള്ളിയും വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു. നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ നമ്മളത് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ പുള്ളിയുടെ വൈഫ് ഇതുപോലെ മിസ് ഗോവയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു കഥയിലേക്ക് ഈ കഥാപാത്രങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. പക്ഷേ അവർ നല്ല ടേംസിലാണ്, വേറെ രീതിയിലാണ് ഞാൻ കഥ കൊണ്ടുപോയത്. അത് പ്രണയത്തിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. കാരണം ബേസിക്കലി ഒരു ടെക്നോളജി ഡ്രിവൻ ഒരു നോവൽ പറയുമ്പോൾ അതിൽ വായനക്കാർക്കൊരു റിലീഫ് കൊടുക്കണമെന്നുള്ള ഒരു ധർമ്മം കൂടി എനിക്കുണ്ടായിരുന്നു. കാരണം വളരെ ടെക്നിക്കലി ഇൻറ്റൻസീവായിട്ടുള്ള കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡോക്യു ഫിക്ഷൻ ആവാതെ അതിനെ ഒരു വായിക്കാൻ പറ്റിയ ഒരു ഫിക്ഷനിലേക്ക് മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയമാണ്, ഇതിലെ പ്രതീക്ഷകളാണ്. ഇപ്പോൾ ഞാൻ കണ്ട കുറേ കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. ചിന്മയി ശരിക്കും ടോട്ടലി ഫിക്ഷണലായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് ചിന്മയി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ശ്രദ്ധയെ കണ്ടിട്ടുണ്ട്, ബാക്കി എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്മയി ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. അവരെ ഞാൻ ഓർത്തെടുക്കുകയും ചെയ്ത് ഒരു തമിഴ് നേറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഭാവനയിൽ നിന്നുണ്ടാക്കിയത് തന്നെയാണ്.